നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒന്നാണ്, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയായി പോയത്? ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഞാൻ നേരിടുന്നത്? ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും തീർത്തു വരുമ്പോഴേക്കും ഉടനെ അടുത്തത് വരും. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് ആകെ വരിഞ്ഞു മുറുക്കി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. എനിക്ക് മാത്രം ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കാറുണ്ടാകും. ചിലപ്പോൾ മറ്റാരോടെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതേ ചോദ്യങ്ങൾ അവരോടും നിങ്ങൾ പറയാറുണ്ടാവും. എന്നാൽ പലരിൽ നിന്നും പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ മാത്രം നിങ്ങളുടെ ഒപ്പമുണ്ടാകും. പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുവാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുവാനും ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഒരു മാനസിക ബലം നിങ്ങൾക്ക് തരുവാനും അവരുണ്ടാകും. മറ്റു ചില ആളുകൾ എല്ലാം കേട്ടതിന് ശേഷം സാരമില്ല, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം മറ്റാളുകളുടെ അടുത്ത് ചെന്ന് പല കഥകളുണ്ടാക്കി നിങ്ങളുടെ കുറ്റവും പറഞ്ഞ് പരത്തുന്നവർ ആയിരിക്കും അക്കൂട്ടർ. എന്നാൽ കൂടുതൽ ആളുകളും നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവർ ആയിരിക്കും. അതായത്, നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു, ഇനി അനുഭവിച്ചോ? ഇങ്ങനെ പോകും ആ തരത്തിലുള്ള ആളുകളുടെ പ്രതികരണം. അത് കാര്യമാക്കേണ്ടതില്ല. കാരണം ഈ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണത്. എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന ആളുകളുടെ തലയിലേക്ക് മുഴുവൻ കുറ്റവും ചാർത്തുക എന്നത്. അതിനാൽ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ അവിടെ തളർന്നു പോകാതെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയെല്ലാം ഇങ്ങനെ മറ്റുള്ളവർക്കെതിരായി സംസാരിക്കുന്ന, അവരെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുന്ന, തൻ്റെയിടപൂർവ്വം മുന്നോട്ട് പോകുന്നവരെ ദുർബലപ്പെടുത്തുവാനും തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നത് മനസ്സിലാക്കി അവഗണിക്കേണ്ടവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തവരും തെറ്റുകൾ പറ്റാത്തവരുമായി ആരുമില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നല്ലതും മോശവുമായ സംഭവങ്ങൾ ഇടകലർന്നതാണ് ഓരോ മനുഷ്യരുടെയും ഈ ലോകത്തിലെ ജീവിതം. നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്ന പല പഴഞ്ചൊല്ലുകളും അർത്ഥമുള്ളതാണ്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനും മീതെ തോണി എന്ന പഴഞ്ചൊല്ല് മനസ്സിൽ വയ്ക്കുക. എത്ര വലിയ വെല്ലുവിളികളെയാണ് നിങ്ങൾ നേരിടുന്നതെങ്കിലും അതിൻ്റെ പരിഹാരം കണ്ടുപിടിച്ച് അതിൽ വിജയിക്കുക. ഏത് താഴിനും ഒരു താക്കോലുണ്ടെന്ന് പറയുന്നത് പോലെ ഏത് വലിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഈ ലോകത്തുണ്ടായിരിക്കും. അതന്വേഷിച്ച് കണ്ടുപിടിച്ച് നടപ്പിലാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒട്ടും പരിശ്രമിക്കാതെ ഇരുന്നാൽ അവിടെ നിങ്ങൾ തോറ്റുപോകുന്നതാണ്. എന്നാൽ ധൈര്യത്തോടെ പൊരുതിയാൽ പിന്നീട് ലഭിക്കുന്നത് നല്ല കാര്യങ്ങളായിരിക്കും. നിങ്ങളെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് കരുതുക. ആ മുറി എങ്ങനെയെങ്കിലും തുറന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എന്താണ് ചെയ്യുക? പല രീതിയിലും അത് തുറക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ശ്രമങ്ങൾക്കിടയിലാണ് ഒരു കൂട്ടം താക്കോൽ അവിടെ കിടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ള ശ്രമമായിരിക്കും നിങ്ങൾ നടത്തുക. അത് കിട്ടിക്കഴിഞ്ഞാലോ ഓരോ താക്കോലായി അതിലിട്ട് പൂട്ട് തുറക്കുവാൻ നോക്കി അവസാനം ശരിയായ താക്കോൽ കിട്ടുകയും ആ മുറി തുറന്ന് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. അല്ലാതെ ഇത്രയും വലിയ താക്കോൽ കൂട്ടത്തിൽ നിന്നും എങ്ങനെ ശരിക്കുള്ള താക്കോൽ കണ്ടുപിടിക്കും? അത് വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആരും അതിന് ശ്രമിക്കാതെ ഇരിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഓരോരുത്തർക്കും നേരിടേണ്ടി വരുന്ന മറ്റു പല പ്രശ്നങ്ങളും. നമ്മുടെ ജീവിതത്തിൽ ഒന്നും വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. ഏത് കാര്യങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എങ്കിലും ഈ ലോകത്ത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തതായി എത്ര വലിയ വെല്ലുവിളികളാണ് നിങ്ങളുടെ നേരെ വരുന്നതെങ്കിലും അതിനെ നേരിട്ട് ജയിക്കുമെന്നുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നത് സ്വയം മനസ്സിലാക്കുക. അതിൽ ഉറച്ചു വിശ്വസിക്കുക. അതനുസരിച്ച് ബുദ്ധിപരമായി പ്രവർത്തിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പ്രകൃതിയിലേക്ക് നോക്കിയാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഭൂകമ്പം, സുനാമി, ചുഴലിക്കാറ്റ്, കനത്ത മഴ, വെള്ളപ്പൊക്കം, കടുത്ത ചൂട്, കാട്ടുതീ, ആ പട്ടിക അങ്ങനെ നീളുന്നു. ഇനി മറ്റു ചില പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, രാഷ്ട്രീയപരമായും മതപരമായും ജാതി തിരിഞ്ഞുമുള്ള പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പിണക്കങ്ങളും വെല്ലുവിളികളും,
അങ്ങനെ ഈ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും നമുക്ക് പ്രശ്നങ്ങളിൽപ്പെട്ട് വെല്ലുവിളികളെ നേരിട്ട് വിഷമിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ എത്ര വലിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും ഭയന്ന് തോറ്റുകൊടുക്കുവാൻ നിൽക്കരുത്. കാരണം ഭയന്ന് പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ജയിച്ചു മുന്നോട്ട് പോകുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല. ജീവിതത്തിൽ നല്ല ഉയരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം നേടിയെടുത്തവരായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുകളുടെ ജീവിതയാത്രയുടെ തുടക്കത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും നേരിട്ട് അവയെയെല്ലാം തോൽപ്പിച്ച ശേഷമാണ് അവർ ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഓരോ വെല്ലുവിളികളെയും ബുദ്ധിപൂർവ്വം പരിഹരിച്ച് അതിൽ വിജയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷവും വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും ലഭിക്കുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ കുറച്ചധികം മുന്നേറി കഴിയുമ്പോൾ പിന്നീട് വരുന്ന ഏത് തടസ്സങ്ങളെയും നേരിട്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനുള്ള മനോധൈര്യവും ശക്തിയും നിങ്ങൾ ആർജിച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ ഓരോ പുതിയ വെല്ലുവിളികൾ വരുമ്പോഴും അവയെ എല്ലാം ഓരോ പുതിയ അവസരങ്ങളായി കാണുക. സ്വർണത്തിനെ തീയിൽ കൂടി കടത്തിവിട്ട് പണിയുന്നത് പോലെ ഓരോ പ്രശ്നങ്ങളിൽ കൂടിയും നാം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ധൈര്യവും കഴിവുകളുമെല്ലാം നിങ്ങൾ പോലും അറിയാതെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ വികസിപ്പിച്ച് എടുക്കുക എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. നിങ്ങൾ ജീവിതത്തിൽ തുടർച്ചയായി നടത്തുന്ന പരിശ്രമങ്ങളും നിങ്ങൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ സ്വയം പൊരുതി തോൽപ്പിക്കുന്നതും വഴി മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അവിടെ തളരാതെ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും കഴിവുകളും ശക്തിയും ഉപയോഗിച്ച് പോരാടി അതിൽ വിജയം നേടിയെടുക്കുക. അങ്ങനെ നേടിയെടുക്കുന്ന വിജയങ്ങൾ ജീവിത അവസാനം വരെ നിങ്ങളുടെ ഒപ്പമുണ്ടാകും. കാരണം അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഫലമാണ്. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ നേരിടുക, അതിനെതിരെ പ്രതികരിക്കുക, അതിനോട് യുദ്ധം ചെയ്യുക, അതിനെ പരിഹരിക്കുക എന്നതാണ്. എങ്കിലും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആർക്കും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് ഇനി എന്തായിരിക്കും എന്ന ഒരു ആകാംക്ഷയോടെ ജീവിതത്തെ ആസ്വദിക്കുവാൻ പഠിക്കുക. ഏത് വലിയ പ്രതിബന്ധങ്ങൾക്ക് മുന്നിലും ഞാൻ തളർന്നു പോകില്ല എന്ന മനോധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നേറുക. പ്രശ്നങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മറ്റുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പൊരുതുവാനും വിജയം കൈവരിക്കുവാനും ആവശ്യമായ ബലവും ധൈര്യവും പകർന്നു നൽകുക.